നമസ്കാരം. ജ്ഞാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു സ്വരങ്ങൾ പ്രയോഗിക്കുന്ന ഒരു വിധം പഠിക്കാം. ഇത് നിങ്ങൾ പാട്ട് പഠിക്കുന്ന കുട്ടികളാണേലും പാട്ട് പഠിക്കാത്തവരാണെങ്കിലും ഇത് കേട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വോയിസിനെ കൺട്രോൾ ചെയ്യാനും രണ്ടാമത് നമുക്ക് സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ ഉറയ്ക്കാനും ഏറ്റവും നല്ലതാണ്. അതുകൂടാതെ ആവർത്തന സ്വരങ്ങൾ ആകുമ്പം നമുക്ക് ആ നാവിൻ്റെ ചലനം അല്ലെങ്കിൽ നമുക്ക് സ്വരങ്ങൾ പാടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. പ്രധാനമായിട്ട് നമുക്ക് അതിൽ കിട്ടുന്നത് സ്വരങ്ങളുടെ സ്ഥാനം ഉറയ്ക്കുക എന്നുള്ളതാണ്. കാരണം സ്വരങ്ങളുടെ ഇടവിട്ടാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ നമുക്കത് വളരെ പ്രയോജനപ്പെടും. അപ്പം നമുക്കത് നോക്കാം. നമുക്കത് ഇപ്പോൾ ഞാൻ പാടിത്തരുന്നത് മായാമാളവ കുളരാഗത്തിലാണ്. നിങ്ങൾക്ക് ഈ രാഗത്തിൽ നിങ്ങൾക്ക് അത് പാടി ചെയ്യാം. അപ്പം നമുക്ക് സ സ രി രി സ സ ഗ ഗ സ സ മ മ ഉണ്ടോ. സ സ രി രി സ സ ഗ ഗ സ സ മ മ. ആ ഷഡ്ജത്തെ വരുന്നു ഋഷഭം, ഗാന്ധാരം, മധ്യമം, പിന്നെ ഷഡ്ജത്തിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കറക്റ്റ് നമുക്ക് നമ്മുടെ ആ സ്വരങ്ങളുടെ സ്ഥാനത്ത് നമ്മുടെ വോയിസിനെ നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശീലനം. അപ്പോൾ അത് നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് ഇത് കേട്ട് ബാലൻസ് ആക്കണം. സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ. അത് കഴിഞ്ഞ് അപ്പോൾ സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ. അപ്പോൾ ഇങ്ങനെ സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ സ സ രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് 3 കാലത്തിൽ ഒരു ലൈൻ തന്നെ നമ്മൾ എടുക്കുക. കാരണം നമ്മൾ ഒന്നിച്ച് അത് മൊത്തം പാടിച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ലൈൻ ഇപ്പം എക്സാമ്പിൾ ഞാൻ കാണിച്ചതല്ലോ. സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ സ സ രി രി സ സ ഗ ഗ സ സ മ സ സ രി രി ഗ ഗ മ മ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കണം. നമ്മൾ ഒത്തിരി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ വളരെ നീറ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സ്വരങ്ങൾ ഈ ഒരു പോർഷൻ മാത്രം നിങ്ങളെടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ പാടാൻ നിങ്ങൾക്ക് എളുപ്പം വരും. അടുത്ത സെക്ഷൻ പാടാം. റീ രി ഗ ഗ റീ രി മ മ റീ രി പാപ്പ ഉണ്ടോ. റീ രി ഗ ഗ റീ രി മ മ റീ രി പാപ്പ റീ രി ഗ ഗ മ മ പാപ്പ രി രി ഗ ഗ രി രി മ മ രി രി പ പ രി രി ഗ ഗ മ മ പ പ രി രി ഗ ഗ രി രി മ മ രി രി പ പ രി രി ഗ ഗ മ മ പ പ. ഇങ്ങനെ അടുത്ത പറഞ്ഞ ഗാന്ധാരം. ഗ ഗ മ മ ഗ ഗ പ പ ഗ ഗ ദ ദ ഗ ഗ മ മ പ പ ദ ദ ഗ ഗ മ മ ഗ ഗ പ പ ഗ ഗ ദ ദ ഗ ഗ മ മ പ പ ദ ദ ഉണ്ടോ. അപ്പോൾ നമുക്കിത് 3 ഒന്ന് കൂട്ടി പാടിക്കാം. സ സ രി രി സ സ ഗ ഗ സ സ മ മ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ രി രി മ മ രി രി പ പ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ ഗ ഗ പ പ ഗ ഗ ദ ദ ഗ ഗ മ മ പ പ ദ ദ. അപ്പോൾ നിങ്ങളിത് പതുക്കെ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ. മ മ പ പ മ മ ദ ദ മ മ നീ നീ മ മ പ പ ദ ദ നീ നീ. ഒന്നുകൂടെ പാടാം. മ മ പ പ മ മ ദ ദ മ മ നീ നീ മ മ പ പ ദ ദ നീ നീ. അത് കഴിഞ്ഞ് പ പ ദ ദ പ പ നീ നീ പ പ സ സ പ പ ദ ദ നീ നീ സ സ. ഒന്നുകൂടെ നോക്കാം. പ പ ധ ധ പ പ നീ നീ
പാപ സാസ പപ ദദ നീ നീ സാസ. ആരോഹണം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിൻ്റെ അവരോഹണം നോക്കാം. സാസ നീ നീ സാസ ദദ സാസ പപ. എന്നോട് നോക്കാം. സാസ നീ നീ സാസ ദദ സാസ പപ സാസ നീ നീ ദദ പപ. അപ്പോൾ നമ്മൾ ചിലരൊക്കെ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ സാ പാടിയിട്ട് പാ പഠിക്കുമ്പോൾ ആ നേരെ സാ ഷഡ്ജത്തിലേക്ക് തന്നെ പോകും. സാ പാ അങ്ങനെയുള്ള സ്വരങ്ങളുടെ നമ്മുടെ ത്രോട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ വോയിസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാ സ നീ നീ സാ സ ദ ദ സാ സ പ പ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കഴിവ് നമുക്ക് കിട്ടും. അടുത്ത് നമുക്ക് നീ നീ ദ ദ നീ നീ പ പ നീ നീ മമ നീ നീ ദ ദ നീ നീ പ പ നീ നീ മമ നീ നീ ദ ദ പ പ മമ. അടുത്തത് ദാദ പ പ ദാദ മമ ദാദ ഗ ഗ ദാദ പ പ മമ ഗ ഗ പ പ മമ പ പ ഗ ഗ പ പ രി രി പ പ മമ ഗ ഗ രി രി. അടുത്തത് മമ ഗ ഗ മമ രി രി മമ സ സ മമ ഗ ഗ രി രി സ സ. ഇങ്ങനെയുള്ള സ്വരപ്രയോഗങ്ങൾ നമ്മൾ നന്നായിട്ട് എന്തേരം പഠിക്കുന്നോ എന്തേരം പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ്. നമ്മുടെ സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കുക, നമ്മുടെ വോയിസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. നമുക്ക് അതുപോലെ തന്നെ എത്ര സ്വരങ്ങൾ രീതിയിലുള്ള പെരുക്കങ്ങളുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുക. നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ പല ഗുണങ്ങളാണ് നമുക്ക് ഈ എന്തേരം സ്വരങ്ങൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വളരെ കറക്റ്റായിട്ട് നിങ്ങളിത് പഠിക്കുക. കൂടുതൽ ഇനി ഞാൻ ഇത് പാടി സമയം കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ അടുത്ത ഒരു കാര്യം പഠിപ്പിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.